ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ പഠിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ആത്മോപദേശ ശതകം കൃതിയിലെ 43-ാമത് ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്വീലകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്വീലകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. ആദ്യം നമുക്ക് ഓരോ പദത്തിൻ്റെയും അർത്ഥം പഠിക്കാം. പ്രകൃതി. പ്രകൃതി എന്നാൽ പ്രകൃതി തന്നെ. പ്രകൃതിയുടെ പിടിച്ച് ചുഴറ്റിടും പ്രകാരം. ചുഴറ്റിടും പ്രകാരം പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട്, പല പല ദുരന്തങ്ങൾ, ആ ദുരന്തത്തിൽപ്പെട്ട് അതിൽ നിന്നും കരകയറാതെ സുകൃതികൾ പോലും, സുകൃതം ചെയ്തവര്, നല്ല പാതയിലൂടെ സഞ്ചരിക്കുന്നവര് അഹോ ചുഴന്നിടുന്നു. കരകയറാതെ, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറാതെ നട്ടം തിരിയുന്നു. അത് അത്ഭുതം തന്നെ. വികൃതി വിടുന്നതിനായി, കർമ്മബന്ധം വേർപെട്ട് കിട്ടുവാൻ, വേല ചെയ്വീൽ അകൃതി, ഒന്നും ചെയ്യാതിരിക്കുന്നത് തമോ ഗുണത്തിന് അടിമയായ അകൃതിയാണ്. ഫലാഗ്രഹമറ്റ്, നിയതമായ കർമ്മങ്ങൾ ഫലേച്ഛ കൂടാതെ ചെയ്യുകയും അറിഞ്ഞിടേണം, അങ്ങനെ സാക്ഷിയായി വർത്തിക്കുകയും വേണം. സാധാരണ നമ്മൾ സംസാരിക്കുന്ന അർത്ഥത്തിലല്ല ഇവിടെ പ്രകൃതി എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത് പ്രകൃതിയാണ്. അതൊരു സത്യമായ കാര്യമാണ്. ആ സത്യത്തെ വെല്ലുവിളിക്കുവാൻ ആർക്കും സാധ്യമല്ല. പ്രകൃതി നിയമത്തെ വെല്ലുവിളിക്കുവാൻ ആർക്കും സാധ്യമല്ല. വെല്ലുവിളിച്ചാൽ ഇരട്ടി ശക്തിയോടെ അത് തിരിച്ചടിക്കും എന്നത് സത്യമാണ്. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ശക്തിയാണത് പ്രകൃതി എന്ന് പറയുന്നത്. ഈ പ്രക്രിയയ്ക്ക് ധർമ്മം എന്നാണ് പറഞ്ഞു വരുന്നത്. രണ്ടു തരം ശക്തികൾ പ്രകൃതിയിലുണ്ട്. ഒന്ന് ചിതറിത്തെറിച്ചു പോകുന്ന ശക്തി, മറ്റൊന്ന് ധർമ്മമാർഗത്തിലൂടെ ധർമ്മിയെ നയിക്കുന്ന ശക്തി. അത് ജീവിതത്തെ മൂല്യവത്താക്കുന്നതാണ്. എന്നാൽ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഛിദ്രശക്തികൾ പിടികൂടാറുണ്ട്. ഈ പിടിയിൽ നിന്ന് മോചിതരാകണമെങ്കിൽ അലസതയില്ലാതെ, നിഷ്ക്രിയത്വമില്ലാതെ ഊർജസ്വലരായിരിക്കണം എന്നാണ് ഗുരു ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖമുണ്ടായാൽ ചിലർ പെട്ടെന്ന് നിഷ്ക്രിയരായിത്തീരും. സാധാരണ നമ്മൾ കണ്ടുവരുന്നതാണ്. ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചടികൾ വന്നാൽ പെട്ടെന്ന് അവരുടെ മനസ്സ് തളരും. അങ്ങനെയുള്ളവർ അകൃതികളാണ്. അവർക്ക് ഒന്നിനെയും നേരിടാനുള്ള ശക്തിയില്ല. ഇതിൽ നിന്നും മോചനം നേടുവാൻ ഗുരു നല്ലൊരു മാർഗം ഇവിടെ പറഞ്ഞു തരികയാണ്. പ്രകൃതി നിയമങ്ങൾ എല്ലാവരും അനുസരിക്കണം. വിശക്കുന്നവൻ ഭക്ഷണം കഴിക്കണം.
ദാഹിക്കുന്നവൻ വെള്ളം കുടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കണമെങ്കിൽ നമ്മൾ കർമ്മം ചെയ്തേ തീരൂ. കർമ്മങ്ങളെല്ലാം പ്രകൃതി നിയമമാണ്. ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്ന ഭാവം ഉണ്ടായാൽ തീർന്നു. അത് അങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാവം വരുമ്പോൾ അത് ബന്ധനമാണ്. അതുകൊണ്ടാണ് സുകൃതികൾ പോലും ബന്ധനത്തിന് അടിമപ്പെട്ടു വരുന്നത് അല്ലെങ്കിൽ അടിമപ്പെടുന്നത്. അതുകൊണ്ട് ഗുരു ഇവിടെ പറയുകയാണ്, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് സുകൃതികൾ. നല്ല കർമ്മങ്ങൾ ചെയ്യണം. നമ്മളോടൊപ്പമുള്ള മറ്റുള്ളവർക്കും നല്ലത് വരുവാനായി നമ്മൾ അവർക്ക് വേണ്ടി കൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. എന്നാൽ മറ്റുള്ളവർക്ക് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൽ അഹങ്കരിക്കാൻ പാടില്ല. ഞാനാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് എന്ന ഭാവം പാടില്ല. ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണം. പ്രകൃതിയോടിണങ്ങി പ്രകൃതിക്ക് വിധേയരായി നാം ജീവിക്കണമെന്ന് സാരം. അതാണ് ജീവിതത്തിന് മുക്തി നൽകുന്ന ഒരേ ഒരു മാർഗം. ഒന്നുകൂടി നമുക്ക് ആലപിക്കാം. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്വീലകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.